ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് പൂരം നക്ഷത്രത്തിൻ്റെ 2024 ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് പൂരം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത്. പൊതുവായ ഫലത്തിലേക്ക് വരാം. പൂരം നക്ഷത്രക്കാർക്ക് എന്തുകൊണ്ടും ഗുണപ്രദമായ ഒരു സമയം തന്നെയാണ്. വളരെ ദീർഘനാളായിട്ട് വിവാഹബന്ധമൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക്, അല്ലെങ്കിൽ പുതിയ വിവാഹം കഴിക്കണമെന്നോ അല്ലെങ്കിൽ നിലവിൽ വിവാഹം കഴിക്കാത്ത ആൾക്കാർക്ക് വിവാഹബന്ധമൊക്കെ ആലോചിക്കുന്നവർക്കൊക്കെ ഗുണകരമായ സമയമാണ്. മേന്മയുള്ള വിവാഹബന്ധങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാവുന്ന സമയമാണ് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസം. നിങ്ങൾക്ക് വാഹന ഇടപാടുകളിലൊക്കെ, വാഹനം കൊണ്ട് ഉപജീവനം നടത്തുന്നവർക്ക്, വാഹനം വാങ്ങിയിട്ട് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വിൽക്കുന്നവർക്കൊക്കെ നഷ്ടത്തിൻ്റെ കാലമാണ്. അവർക്കൊക്കെ ചെറിയ ചെറിയ നഷ്ടങ്ങളൊക്കെ സംഭവിക്കും. വാഹന ഉപയോഗത്തിലും നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉറ്റമിത്രങ്ങളെ അമിതമായിട്ട് വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് വിനയായി തീരുന്നൊരു സമയമാണ്. അവരൊക്കെ ചെയ്യുന്ന ചില പ്രവർത്തികൾ അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഗുണകരമായി മാറുന്നതല്ല. ഇതിലെടുത്തു പറയേണ്ട 3, 9, 12, 17, 23, 28, 29 എന്നീ തീയതികൾ നിങ്ങൾ ഒന്നുകൂടി നോട്ട് ചെയ്യണം. 3, 9, 12, 17, 23, 28, 29 എന്നീ തീയതികൾ ശുഭകരമായിട്ട് കാണുന്നില്ല. നല്ല കാര്യങ്ങളൊക്കെ ഒരു കാരണവശാലും ഈ ദിവസം ചെയ്ത് പുതിയ വ്യവസായങ്ങൾ തുടങ്ങുക, പുതിയ വിദ്യ തുടക്കം കുറിക്കുക, ചില ജോലികളൊക്കെ പണി പഠിക്കാൻ പോകുമെന്നൊക്കെ പറയില്ലേ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ ദിവസം തുടങ്ങാതിരിക്കുക. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾ കഴിയാവുന്ന ഒഴിവാക്കുക ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഈ ദിവസങ്ങൾ ശുഭകരമല്ല. നിങ്ങൾക്ക് ശത്രുദോഷമൊക്കെ നിലവിലുണ്ടായിരുന്ന കുറയുന്ന ഒരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം, സെപ്റ്റംബർ ഒക്ടോബർ മാസം. നിങ്ങൾ ആരോപണങ്ങളിൽ നിന്നൊക്കെ കരകയറുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് ഈ മാസങ്ങളിൽ. എന്നാലും മനസ്സ് അകാരണമായൊരു വിഷമം നിങ്ങൾക്ക് ഉടലെടുക്കുന്നതാണ്. നിങ്ങൾക്ക് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളെ ചൊല്ലി മനസ്സ് ഉത്കണ്ഠപ്പെടും. കുടുംബ ബന്ധങ്ങളുടെ പേരിലൊക്കെ, കുടുംബത്തിലുള്ള ചില സ്വരച്ചേർച്ചയില്ലായ്മയുടെ പേരിലൊക്കെ നിങ്ങളുടെ മനസ്സ് കലുഷിതമാക്കുന്നതാണ്. തൊഴിൽ രംഗത്തൊക്കെ നിങ്ങൾക്ക് സാമ്പത്തിക ലാഭമുണ്ടാകുന്നൊരു സമയമാണ്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഗുണകരമായിട്ട് പോകും. വസ്തു ഇടപാട് സംബന്ധിച്ച് തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നൊരു സമയമാണ്. നിങ്ങളുടെ പുണ്യചിന്തകൾ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുന്നതാണ്. നിങ്ങൾ ചില അരുതാത്ത കാര്യങ്ങളിലൊക്കെ ചെന്ന് തലയിടാൻ പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ദൈവീകമായ ശക്തി എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു പുണ്യചിന്ത, ഒരു പോസിറ്റീവ് എനർജി നിങ്ങളെ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കുന്നതാണ്. പുതിയ ബന്ധങ്ങളിലൂടെ പലവിധ നേട്ടങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നതാണ്. സുഹൃത്ത് ബന്ധമായിക്കോട്ടെ, മറ്റേതെങ്കിലും രീതിയിലുള്ള ബന്ധങ്ങളായിക്കോട്ടെ. അതുകൊണ്ട് ഗുണകരങ്ങളായ പലതും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് പ്രതീക്ഷയിൽ കവിഞ്ഞ സാമ്പത്തിക സഹായം അല്ലെങ്കിൽ ധനസഹായമൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും ലഭിക്കുന്നൊരു സമയമാണ്. വിവാഹചിന്തനമൊക്കെ ഉള്ളവർക്ക് സാമ്പത്തിക ലാഭം സഹായമൊക്കെ വേണ്ട സമയമാണ്. മറ്റു രീതിയിൽ ബിസിനസ് ചെയ്യുന്നവർക്കും പല രീതിയിലും പലരൊക്കെ സഹായിക്കാൻ നിങ്ങൾ വരുന്നതാണ്. നിങ്ങൾക്ക് ഭൂമിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കുന്ന, കൃഷി ചെയ്യുന്നവർക്കൊക്കെ വളരെ ഗുണകരമായ സമയമാണ്. ഭൂമിയിൽ നിന്ന് ആദായം വർദ്ധിക്കുന്ന, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കും ഗുണകരമാണ്. എന്നാൽ ക്രയവിക്രയങ്ങൾ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. വലിയ വ്യവസായികൾക്കൊക്കെ, ഷെയർ മാർക്കറ്റിലൊക്കെ ബിസിനസ് ചെയ്യുന്ന വലിയ അല്ലെങ്കിൽ മറ്റു വലിയ വ്യവസായങ്ങളൊക്കെ ചെയ്യുന്നവർക്ക്, ബൾക്കായിട്ടൊക്കെ സ്റ്റോക്ക് എടുത്തിട്ട് മറിച്ച് വിൽക്കുന്ന ആൾക്കൊക്കെ ഗുണകരമായ സമയമല്ല. നിങ്ങൾ ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നൊരു സമയമാണ്. മെഡിറ്റേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സ്ഥിരമായിട്ട് ക്ഷേത്ര ദർശനമൊക്കെ ചെയ്യുന്നൊരു സമയമാണ്. ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും നല്ല കാര്യമാണ്, നന്നായിട്ട് കേൾക്കുക. എന്നാലും സ്വന്തം നിലയ്ക്ക് അതിനെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് മാത്രം അതൊക്കെ ഒരു പ്രവൃത്തിയിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. ജീവിത പങ്കാളിയുടെ നല്ല നല്ല വശങ്ങളൊക്കെ, നല്ല നല്ല ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസൊക്കെ വെച്ചിട്ട് നിങ്ങളതിനെ അനലൈസ് ചെയ്തിട്ട് മാത്രം നിങ്ങളതിനെ ഒരു വർക്കായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക, ഒരു പ്രവൃത്തിയാക്കുക. ചിലപ്പോൾ ജീവിത പങ്കാളി അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും പറയുന്നത്, പക്ഷേ നിങ്ങളുടെ ജോലിയിലോ നിങ്ങളുടെ ജീവിതത്തിലോ ചിലപ്പോൾ അതൊരു മണ്ടത്തരമായിട്ട് മാറരുത്. വെളിയിലിരുന്ന പാമ്പിനെടുത്ത് എന്നൊക്കെ പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് അതിനെ നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് മാത്രം അതൊരു വർക്കായിട്ട് എടുക്കുക. എന്നാൽ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാതിരിക്കുകയും വരുത്.
മനസ്സിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും സഫലമാകുന്ന സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം. നിങ്ങളുടെ ആരോഗ്യമൊക്കെ തൃപ്തികരമായിരിക്കും, അസുഖങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നിങ്ങൾ ചില ബന്ധുക്കളുടെ കടബാധ്യതകളൊക്കെ ഏറ്റെടുക്കാനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട് ഈ മാസങ്ങളിൽ. അതുകൊണ്ട് ചാടിക്കറി ചില കാര്യങ്ങളൊക്കെ വാക്ക് കൊടുക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് വലിയ കുഴപ്പമില്ലാത്ത കാലമാണ്. പ്രത്യേകിച്ച് ദീർഘനാളായിട്ട് വിവാഹം നടക്കാതിരുന്നവർക്കൊക്കെ ഗുണകരമായ ഒരു സമയമാണ് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസം. അപ്പോൾ എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഒപ്പം നിങ്ങളുടെ ഈ ഗുണദോഷ ഫലങ്ങളിലെ ഗുണത്തിൻ്റെ മാറ്റ് വർദ്ധിപ്പിക്കുവാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനുമായിട്ടൊക്കെ നിങ്ങൾ ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്ര ദർശനം ഉത്തമമാണ്. നിങ്ങൾ എല്ലാ ബുധനാഴ്ചയിലും വ്യാഴാഴ്ചയിലും ഒക്കെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദർശിക്കുക. അവിടെ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചു പോകുന്നത് ഗുണകരമാണ്. അതോടൊപ്പം തന്നെ ഭഗവാന് തുളസിമാല ചാർത്തുക, മുഴുക്കാപ്പ് ചാർത്തുക ഒക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. അതോടൊപ്പം തന്നെ തൃക്കൈവെണ്ണ നൽകുന്നത് ഗുണകരമാണ്. ഭഗവാന് എന്തും നൽകുന്നത് ഗുണകരമാണ്. പോയി പ്രാർത്ഥിക്കുന്നത് പോലും ഇതൊന്നുമില്ലാതെ ആ മുന്നിൽ പോയി നിൽക്കുന്നവരെ കോടി പുണ്യം കിട്ടുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് വിവാഹചിന്തനമൊക്കെ നടത്തുന്നവരെ ഭഗവാന്റെ കൃപാകടാക്ഷം കൂടണം. ഒപ്പം ഈ ഡൗറി അതുപോലുള്ള ആഗ്രഹങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ചിട്ട് മനസ്സമാധാനമുള്ള ഒരു ജീവിതം തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. നമ്മുടെ പുതിയ ചെറുപ്പക്കാരൊക്കെ അറിയാമല്ലോ, വിവാഹത്തോടുകൂടി ജീവിതം പച്ചപിടിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ട്. ചില അബദ്ധങ്ങളിലൊക്കെ ചെന്ന് വീഴാന്നേ ഉള്ളൂ. അതുകൊണ്ട് പണത്തിന് മേലെ അല്ല കാര്യങ്ങൾ പോകുന്നത്. ഭഗവാന്റെ കൃപാകടാക്ഷത്തോടുകൂടി നല്ലൊരു പങ്കാളിയെ കിട്ടി മനസ്സമാധാനത്തോടുകൂടി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. മനസ്സമാധാനമില്ലാത്തൊരു ജീവിതമാണ് ലഭിക്കുന്നതെങ്കിൽ കോടി രൂപ കിട്ടിയിട്ടും കാര്യമില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒരു വ്യക്തിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ധനം മനസ്സമാധാനമാണ്. അപ്പോൾ അത് തരണമെന്ന്, അങ്ങനെയുള്ളൊരു പങ്കാളിയെ തരണമെന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കുന്നൊരു പങ്കാളിയും നിങ്ങളുടെ സങ്കടവും നിങ്ങളുടെ സന്തോഷത്തിനും കൂടെ ഒപ്പം ഉണ്ടാകുന്നൊരു പങ്കാളിയെ തരണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. അതിനുള്ള വഴി ഭഗവാനായിട്ട് ഉണ്ടാക്കിത്തരും. അതിനുള്ള സമയമാണിപ്പോൾ. എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യത്താൽ നല്ലൊരു സമയമുണ്ടാകട്ടെ, നല്ലൊരു പങ്കാളിയെ കിട്ടട്ടെ, ജീവിതം സന്തോഷകരമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഏവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.